തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സുലൂരിൽ നിന്ന് പുറത്തുവന്ന വാർത്ത ഏതൊരു മനുഷ്യന്റെയും രക്തം തിളപ്പിക്കുന്നതാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിഞ്ചുബാലികയെ അയൽവാസി മിഠായി നൽകാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം മനുഷ്യ മനസാക്ഷിയെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ഒപ്പം കളിച്ചും ചിരിച്ചും നടന്ന ആ അയൽവാസി തന്നെ ആ കുഞ്ഞിന്റെ കൊലയാളിയായി മാറിയെന്നത് ഒരു പൈശാചികമായ വഞ്ചനയാണ്. ഇരയായ കുടുംബം അനുഭവിക്കുന്ന വേദനയും ആഘാതവും എത്ര വലുതെന്ന് ചിന്തിക്കാൻ പോലുമാവില്ല. സ്വന്തം വീട്ടുപടിക്കൽ കളിക്കുന്ന കൊച്ചുകുട്ടിയോട് ഇത്രത്തോളം നികൃഷ്ടമായ ക്രൂരത ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഭയാനകമായ അവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദയവായി കണ്ണു തുറക്കുക. നമ്മുടെ ചുറ്റുപാടുകളെയും അയൽവാസികളെയും പരിചയമുള്ളവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു. എന്റെ മക്കൾ സുരക്ഷിതരാണ്, അവരെ ഉപദ്രവിക്കാൻ ആരും വരില്ല എന്ന അമിത വിശ്വാസം ഇനി വേണ്ട. പരിചയം എന്നത് ഒരു സുരക്ഷാ കവചമല്ല, മറിച്ച് ചിലപ്പോൾ അത് ഏറ്റവും വലിയ കെണിയാകും. സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് കളിക്കുമ്പോൾ പോലും മക്കൾ സുരക്ഷിതരാണെന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത ഭീകരമായ അവസ്ഥയാണിത്. മക്കൾ എവിടെയാണെന്നും ആരുടെ കൂടെയാണെന്നും ഓരോ നിമിഷവും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയാണ്. നാം കാണാതെ പോകുന്ന ആ ചെറിയ അശ്രദ്ധയാണ് ഇത്തരം നരാധമന്മാർക്ക് അവസരമൊരുക്കുന്നത്. ഓർക്കുക, നമ്മുടെ ജാഗ്രത മാത്രമാണ് മക്കൾക്കുള്ള ഒരേയൊരു സുരക്ഷ. ഭരണകൂടത്തോടും നീതിന്യായ വ്യവസ്ഥയോടും ഒന്നേ പറയാനുള്ളൂ: ഇനിയൊരു മകൾക്ക് കൂടി ഈ ഗതി വരാതിരിക്കാൻ ഇത്തരം ക്രിമിനലുകളെ ജയിലിലിട്ട് തീറ്റാൻ നിൽക്കരുത്. തെളിവുകൾ പകൽ പോലെ വ്യക്തമായിരിക്കെ വർഷങ്ങളോളം നീളുന്ന വിചാരണയും നിയമ നടപടികളും പറഞ്ഞ് ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് നീതിനിഷേധമാണ്. CCTV ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും കൃത്യമായി ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ കാലതാമസം? കുറ്റം ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ മാതൃകാപരമായ ശിക്ഷ നടപ്പിലാക്കണം. പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഇവർ ജയിലിൽ സുഖമായി കഴിയുന്നത് ഇരകളോടുള്ള അപമാനമാണ്. നീതി വൈകുന്നത് ക്രിമിനലുകൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണ്. അധികാരികൾ കണ്ണു തുറക്കണം. നീതിക്കായി ഈ പോസ്റ്റ് പരമാവധി ഷെയർ ചെയ്യുക.